പി എച്ച് പിയിൽ 2 പ്രധാനപ്പെട്ട കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണുള്ളത്. ഒന്ന് ഇഫ് എൽസ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. $x = 7 എന്ന് ഞാൻ അസൈൻ ചെയ്തു. അപ്പോൾ 7 10-നെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ എനിക്കൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ എനിക്ക് മറ്റൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ $x > 10 എന്ന് നൽകുന്നു. ഓക്കെ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അതായത് $x > 10 ആണെങ്കിൽ ഇതിൻ്റെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഈ ഒരു ബ്ലോക്കിലാണ് ഞാൻ പറഞ്ഞു നൽകേണ്ടത്. ഇത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മുടെ കൺട്രോളർ ഈ എൽസ് പാർട്ടിലേക്കായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ട്രൂ ആകുന്നുണ്ടോ? കാരണം ഇത് ഫോൾസ് ആണ്. കാരണം എക്സിൻ്റെ വാല്യൂ 7 ആണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ എങ്ങോട്ടായിരിക്കും വരിക? എൽസ് പാർട്ടിലേക്കായിരിക്കും വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ എക്കോ ചെയ്യാം. ഞാനിവിടെ ഓക്കെ എന്ന് പറയുന്ന മെസ്സേജാണ് നൽകുന്നത്. ഇവിടെ ഞാൻ എറർ എന്നൊരു മെസ്സേജായിരിക്കും നൽകുന്നത്. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെസ്സേജസ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺട്രോൾ നേരെ എൽസ് പാർട്ടിലേക്കാണ് വന്നത്. അവിടുത്തെ എററാണ്, മെസ്സേജാണ് പ്രിൻ്റ് ചെയ്തത്. ഇനി ഒരു കേസ് ഞാനിവിടെ 17 എന്നാക്കുകയാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ എങ്ങോട്ടായിരിക്കും വരിക? ഈ ഒരു ബ്ലോക്കിനുള്ളിലേക്കായിരിക്കും വരിക. ഇവിടെ എക്കോ ഓക്കെ എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരിക. അപ്പോൾ ബേസിക്കലി ഇഫ് എന്താണ് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ട്രൂ പാർട്ടിലേക്ക് പോകുന്നു. ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ എൽസ് പാർട്ടിലേക്കായിരിക്കും വരിക. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നൽകിയില്ലെങ്കിൽ ഇതിൻ്റെ എക്സിക്യൂഷൻ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കും. സേവ് ചെയ്യുന്നു, ദെൻ റീലോഡ് ചെയ്യുന്നു. അവിടെ ഓക്കെ തന്നെ ആയിരിക്കും വരിക. എന്നാൽ ഈ ഒരു കണ്ടീഷൻ ഇനി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഞാനിവിടെ 1 ആക്കുന്നു, സേവ് ചെയ്യുന്നു, ദെൻ റീലോഡ് ചെയ്യുന്നു. ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം ഇത് ട്രൂ ആവുന്നൊരു കേസ് ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ല. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഇത് ട്രൂ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ബ്ലോക്കിലേക്ക് ഇത് എൻ്റർ ചെയ്യില്ല. ഇനി നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ ഈവൻ ആണോ ഓഡാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിലേക്ക് 24 അസൈൻ ചെയ്യാം. മോഡ് 2 = 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ എന്താണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്? ഈവൻ നമ്പറാണ്. ഓക്കെ, ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. എക്കോ $value is even. ഓക്കെ, എൽസ് echo $value is odd. സേവ് ചെയ്യുന്നു, ദെൻ റീലോഡ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും 24 is even എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി ഞാൻ മറ്റൊരു സംഖ്യ നൽകുകയാണ്, 11. സേവ് ചെയ്യുന്നു, ദെൻ റീലോഡ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും 11 is odd എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ അതിന് യൂസ് ചെയ്യാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നൽകുന്നു. അതിലേക്ക് 1 എന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഡിസിഷൻ എടുക്കണം. അതായത് ഈ ഒരു വാല്യൂ 1 ആണെങ്കിൽ എനിക്ക് സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം, 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം, 3 ആണെങ്കിൽ എനിക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യണം? ട്യൂസ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു കേസ് വന്നാൽ ഇതിനെ ഹാൻഡിൽ ചെയ്യണം. അതിനാണ് നമ്മളിവിടെ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് $value നൽകുന്നു. ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഈഫ് ചെയ്ത പോലെ തന്നെ ഈഫിന് പകരം നമ്മളിവിടെ സ്വിച്ച് യൂസ് ചെയ്തു. അതിലേക്ക് വാല്യൂ നമ്മൾ പാസ് ചെയ്തു. ഇനി ഓരോ കേസസ് ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ വാല്യൂവിനെയാണ്. അപ്പോൾ വാല്യൂവിൻ്റെ അകത്ത് വാല്യൂ എന്ത് സ്വീകരിക്കുന്നു അതിനെയാണ് ഈ കേസ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ഇവിടെ സ്വീകരിക്കുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടെ നൽകുകയാണ് എക്കോ സൺഡേ എന്ന് നൽകുന്നതിന് SUN എന്ന് നൽകുന്നു, ദെൻ സെമിക്കോളൻ നൽകുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നൊരു കീവേഡ് യൂസ് ചെയ്യുന്നു, ബ്രേക്ക്. ഓക്കെ, ഇനി അടുത്തത് കേസ് 2 നൽകുന്നു. കേസ് 2 എക്കോ മൺഡേ MON എന്ന് നൽകുന്നു, ദെൻ ബ്രേക്ക് ചെയ്യുന്നു. ദെൻ കേസ് 3 എക്കോ ട്യൂസ്ഡേ.
ദെൻ ബ്രേക്ക് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ 3 കേസസുകളും ഞാനിവിടെ നൽകി. ഇനി ഇവിടെ ഞാൻ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയാൽ എന്ത് ചെയ്യും? അതിനായിട്ട് ഞാനിവിടെ ഡീഫോൾട്ട് സെറ്റ് ചെയ്യണം. ഡീഫോൾട്ട് അവിടെ ഞാൻ നൽകുകയാണ് എക്കോ നത്തിങ്. സേവ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് കേസ് വാല്യൂസ് ധാരാളം നൽകാം. നമ്മൾ സമയം ലാഭത്തിന് വേണ്ടിയാണ് ഞാൻ 1 2 3 വരെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മളിത് സേവ് ചെയ്യുന്നു. ദെൻ റീലോഡ് ചെയ്യുന്നു. ഇവിടെ വാല്യൂ 1 ആണ് നമ്മൾ നൽകിയത്. അപ്പോൾ 1 ആയതുകൊണ്ട് ഇതിൻ്റെ കൺട്രോൾ നേരെ സ്വിച്ചിലേക്ക് വരും. അപ്പോൾ സ്വിച്ചിൻ്റെ അകത്ത് വന്നിട്ട് എന്ത് നോക്കും? ഈ വാല്യൂ ചെക്ക് ചെയ്യും. ഈ വാല്യൂ 1 മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ മാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കണ്ടത്, സൺ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ 2 എന്ന് നൽകുന്നു. ഓക്കെ, വീണ്ടും ഞാൻ സേവ് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ മൺഡേ എന്നാണ് വന്നിരിക്കുന്നത്. 2 ആണ് വാല്യൂ. അത് വാല്യൂ ചെക്ക് ചെയ്തപ്പോഴേക്കും 2 ആണെന്ന് മനസ്സിലാക്കി നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ എക്കോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അത് നേരെ കൺട്രോൾ ഇവിടെ വന്ന് ഔട്ട്പുട്ടിലേക്ക് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്നുമല്ല നൽകുന്നത് എന്ന് വിചാരിക്കുക, 12 നൽകുക എന്ന് വിചാരിക്കുക. എന്നിട്ട് സേവ് ചെയ്യുന്നു, റീലോഡ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? അതായത് ഇവിടെ എന്താണ് സംഭവിച്ചത്? അതായത് വാല്യൂ ചെക്ക് ചെയ്തപ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ഒരിടത്തും ഈ ഒരു വാല്യൂവിൻ്റെ കേസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ എങ്ങോട്ട് വരും? ഇതിൻ്റെ ഡീഫോൾട്ട് പാർട്ടിലേക്ക് വരും. എന്നിട്ട് ഇവിടുന്ന് നത്തിങ് ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.